സർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണോ അല്ലയോ? ഈ കാര്യത്തിൽ ഇനിയും ഒരു തീർപ്പുണ്ടായിട്ടില്ല. ആ പാർട്ടിക്ക് ജന്മമെടുത്ത നാൾ മുതലുള്ള ചർച്ചയാണ്. എന്താണ് അങ്ങേക്ക് ഈ കാര്യത്തിൽ തോന്നുന്നത്? ഈ വർഗീയ പാർട്ടിയല്ല മതേതര പാർട്ടിയാണ് എന്നൊക്കെ ചിലരിടയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മതേതര പാർട്ടിയാണ് പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയേണ്ട കാര്യമില്ലല്ലോ. അതെ, ഇപ്പോൾ CPM-നെ കുറിച്ചോ കോൺഗ്രസിനെ കുറിച്ചോ ഒന്നും ആരും ഇങ്ങനെ അത് വർഗീയ പാർട്ടിയാണെന്നുള്ള ആക്ഷേപം ഉന്നയിക്കാറില്ല. രാഷ്ട്രീയ എതിരാളികൾ പോലും പറയാറില്ല. പക്ഷേ ഞങ്ങൾ മതേതര നിലപാടുകൾ കാത്തുസൂക്ഷിക്കുന്നു എന്ന് എല്ലാ പാർട്ടിക്കാരും പറയാറുണ്ട്, അത് ലീഗുകാരും പറയാറുണ്ട്. പക്ഷേ ലീഗിന് നേരെ മാത്രം ഇത്തരത്തിലൊരു ആക്രമണം വരുന്നു. ഇപ്പോൾ ഇത് ഏറ്റവും ഒടുവിൽ ലീഗിനെ ഒന്ന് വെള്ള പൂശാൻ വേണ്ടിയിട്ടെന്ന പോലെ, അല്ലെങ്കിൽ ലീഗിനെ ശുദ്ധീകരിക്കാൻ എന്ന പോലെ ഇപ്പോൾ ഇതാ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞിരിക്കുകയാണ്, മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല. ലീഗിനോട് ഞങ്ങൾക്ക് പല കാര്യത്തിലും വിയോജിപ്പുണ്ട്, പക്ഷെ ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല എന്ന്. എന്താണ് സാർ ഇതിന് കാരണം? ഈ ഞാനൊന്നും കണ്ടിട്ടില്ലേ എന്നിങ്ങനെ ഒരാളിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെ അല്ലേ? അതെ. അപ്പം ഇവിടെ അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും ലീഗ് വിളിച്ചു പറയുകയാണ്, ആയിക്കോട്ടെ. വേറൊരാൾ, ഇടതുപക്ഷത്തിലുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലീഗ് മതേതര പാർട്ടിയാണ്. അപ്പോൾ അതിനകത്ത് എന്തോ സംശയിക്കേണ്ട അല്ലേ സാറേ? അങ്ങനെ സാഹചര്യം അങ്ങനൊരു സാധനം ഉണ്ടാകുന്നു. ഇനി ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണോ ഇത്? ഇപ്പോൾ ബിനോയ് വിശ്വമല്ലേ ഈ മതേതര പാർട്ടിയാണ് എന്നിപ്പോൾ വിളിച്ചു പോയിരിക്കുന്നത്. കഴിഞ്ഞ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എന്തായിരുന്നു അവിടെ ചെന്ന് പറഞ്ഞത്? ഈ മുസ്ലിം ലീഗ് പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും ഒക്കെ SDPI-യെയും ഒക്കെ കൂട്ടുപിടിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ സംരക്ഷണയിലാണ്, ആ നിഴലിലാണ് ഈ പാർട്ടികളൊക്കെ നിൽക്കുന്നത് എന്നല്ലേ വിളിച്ചു പറഞ്ഞത്? അതെ. അപ്പോൾ അവരുടെ പിന്തുണ കൊണ്ടാണ് കോൺഗ്രസിന് അവിടെ വലിയ ഭൂരിപക്ഷം കിട്ടിയതെന്ന് പോലും ആക്ഷേപം ഉന്നയിച്ചു പിണറായി. അപ്പോൾ അങ്ങനെ പിണറായി വിളിച്ചു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഈ വർഗീയ പാർട്ടികളും, അതായത് തീവ്ര സ്വഭാവത്തോടുകൂടിയ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒന്നായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ SDPI. അവരുമായിട്ടും കൂട്ടുകെട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം ആർക്കുമുണ്ടെന്ന്? ലീഗിനുണ്ടെന്ന്. ഇപ്പോൾ PC ജോർജ് എന്താ പറഞ്ഞത്? മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറയുന്നു. ബിനോയ് വിശ്വം പറയുന്നു മതേതര പാർട്ടിയാണ്. വർഗീയ പാർട്ടിയാണെന്നല്ലേ PC ജോർജ് പറഞ്ഞുള്ളൂ. അതിനിത്ര PC ജോർജിൻ്റെ മേൽ കയർക്കാൻ എന്താ കാര്യം? അല്ലേ? പിണറായി പറഞ്ഞത് മറ്റൊരു രൂപത്തിൽ കുറെ കൂടെ സത്യസന്ധമായിട്ട് PC പറഞ്ഞു. PC പറഞ്ഞു മതവിദ്വേഷ, PCക്കെതിരെ മതവിദ്വേഷ പ്രചാരണം നടത്തി എന്നുള്ള കേസെടുത്തത്. അങ്ങനെയാണെങ്കിൽ അത് പിണറായി വിജയനെതിരെ എടുക്കണ്ടേ? ആന്നോ? ഇപ്പോൾ അങ്ങനെ LDF മുന്നണിയിൽ നിൽക്കുന്ന രണ്ടാമത്തെ കക്ഷിയായ CPI ഇപ്പോൾ ലീഗിനെ ന്യായീകരിക്കുന്നതിന് പിന്നിൽ എന്താണിപ്പം? അത് മതേതര പാർട്ടിയാണെങ്കിൽ ഓക്കെ, പിന്നെന്തിനാ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സാറേ, ഈ ലീഗിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ തുടർന്ന ആൾക്കാർ, ആൾ ഇന്ത്യ മുസ്ലിം ലീഗിലെ നേതാക്കൾ ഇന്ത്യയിൽ തുടർന്ന ആൾക്കാർ പാകിസ്ഥാനിലേക്ക് പോകാതെ അവരെല്ലാവരും കൂടി ചേർന്ന് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചു. 1948 ചെന്നൈയിലാണ് അതിൻ്റെ യോഗമൊക്കെ നടന്നത്. അതൊക്കെ ചരിത്രത്തിലുള്ള കാര്യമാണ്. M. മുഹമ്മദ് ഇസ്മായിലിൻ്റെ നേതൃത്വത്തിലാണ് അത് നടന്നതും പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് രൂപം കൊടുക്കുന്നതും ഒക്കെ. പക്ഷേ അന്ന് ചത്ത കുതിര എന്ന് പറഞ്ഞാണ് ജവഹർലാൽ നെഹ്റു ഈ മുസ്ലിം ലീഗിനെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ അകറ്റി നിർത്തിയിരുന്നത്. ആ ചത്ത കുതിര എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയിരുന്ന ലീഗിന് ഒരു തൊട്ടുകൂടായ്മ കൽപ്പിച്ചിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. കാരണം ഇന്ത്യ വിഭജനത്തിന് കാരണമായവർ എന്ന ആക്ഷേപവും ആരോപണവുമാണ് അവർക്കെതിരെ ഉയർന്നിരുന്നത്. പക്ഷേ അവരെ ആ തൊട്ടുകൂടായ്മ ആദ്യമായിട്ട് മാറ്റിക്കൊടുത്തത്, അവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി ഭരണത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന് അവർക്ക് ആ അയിത്തം അല്ലെങ്കിൽ ആ തൊട്ടുകൂടായ്മ മാറ്റിക്കൊടുത്തത് LDF ആണ്, EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ബിനോയ് വിശ്വത്തിൻ്റെ ഈ ഒരു ലീഗ് വർഗീയ പാർട്ടി അല്ല എന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രഖ്യാപനം നമ്മൾ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത്? ഇപ്പം MVR ബദൽ രേഖ കൊണ്ടുവന്നില്ലേ? അല്ലേ? ലീഗിൻ്റെ കാര്യത്തിനകത്ത്
ആര് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി? MVR പുറത്തു പോയി. അന്ന് ലീഗിനെ ഇവരെന്താ മാറ്റി നിർത്തിയത്? ലീഗ് വർഗീയ പാർട്ടി എന്നുള്ള രീതിയിലാണല്ലോ. ഇപ്പോൾ എന്തുകൊണ്ട് ഈ ബിനോയ് വിശ്വത്തെ കൊണ്ട് ഇത് പറയിപ്പിക്കുകയും മറ്റും ചെയ്യുന്നത്? ഇത് ഒരു തന്ത്രമാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് അടുപ്പിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ലീഗ് ആഞ്ഞു പിടിച്ചാൽ ഇങ്ങ് പോരും. ലീഗിന് ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൽ നിന്ന് ഒരാൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്നിരുന്നു. പ്രിയരഞ്ജൻ ദാസ് മുൻഷി അവിടെ വന്നിട്ട് ഘടകകക്ഷികളെയൊക്കെ കണ്ടു. ഘടകകക്ഷികളൊക്കെ ഓരോരോ ആവശ്യങ്ങൾ അങ്ങോട്ട് ഉന്നയിച്ചു. അവർക്ക് സീറ്റ് കൂട്ടണമെന്ന്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം അതിൻ്റെ വിശദാംശങ്ങൾ. ഇപ്പോഴേ ലീഗ് അവിടെ പറഞ്ഞ കാര്യം, ലീഗ് സീറ്റ് കൂട്ടണമെന്നോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഹൈക്കമാൻഡിൻ്റെ അടുക്ക പറഞ്ഞിട്ടില്ല. ലീഗിന് സീറ്റ് കൂട്ടി കിട്ടും, അത് വേറെ കാര്യം. ഹൈക്കമാൻഡിൻ്റെ അടുക്ക പറഞ്ഞത് കോൺഗ്രസിനകത്തെ നേതൃത്വം ഒന്നിച്ച് മുമ്പോട്ട് പോകണം, തമ്മിലടി നല്ലതല്ല, നേതൃത്വത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്, അത് പരിഹരിക്കണം. ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ലീഗിന് ഈ UDF മുന്നണിയിൽ അതൃപ്തിയുണ്ട്. ആ അതൃപ്തിയാണ് അവർ ഈ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയോട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ അതൃപ്തി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഭരണം കിട്ടില്ല, പിണറായി ഭരണത്തുടർച്ച ഉണ്ടാകും എന്ന് ലീഗ് കണക്ക് കൂട്ടുന്നു. ഈ സാഹചര്യം ഒക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ബിനോയ് വിശ്വം ഇത്തരത്തിലൊരു പ്രകടനം നടത്തിയിരിക്കുന്നത്. ലീഗ് മതേതര പാർട്ടിയാണ്, അങ്ങനെ മതേതര പാർട്ടിയാണ്, അതിനെ എടുത്തു കൊണ്ടുവരാൻ തയ്യാറാണ് എന്നർത്ഥമാണ്. ഇനിയിപ്പോൾ ലീഗ് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥാനം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ തന്നെ കൊണ്ടുവരുമ്പോഴും എതിർപ്പായിരുന്നു. അത് അവരോടുള്ള ആശയത്തിൻ്റെ കാര്യത്തിലുള്ള എതിർപ്പൊന്നുമല്ല, ഇവരുടെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു എതിർപ്പ്, ഭയമാണ്. അതിൽ നിന്നുണ്ടായ ഒരു എതിർപ്പ് മാത്രമാണ്. ഇവർക്ക് കൊടുത്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കുറയുമോ, ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പരിഗണന കുറയുമോ, മന്ത്രിമാരുടെ എണ്ണം കുറയ്ക്കുമോ CPM? ഇതൊക്കെയാണ് CPIയെ അലോസരപ്പെടുത്തുന്നത്. കേരള കോൺഗ്രസ് വന്നാലും ലീഗ് വന്നാലും അവരെ സംബന്ധിച്ച് ഇതിലൊക്കെയാണ് അവരുടെ പ്രശ്നം. ലീഗ് വന്നാൽ ലീഗിന് നിർണായകമായ സ്ഥാനം കൊടുക്കണം. ലീഗ് എന്തായാലും 15 സീറ്റ് മുതൽ 20 സീറ്റ് വരെ കൊണ്ടുവരും. അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം LDFിൽ നിന്നാലും UDFിൽ നിന്നാലും അവരുടെ മത്സരിക്കുന്ന സീറ്റുകളൊക്കെ സുരക്ഷിതമാണ്. അത് കൃത്യമായിട്ട് ലീഗിന് ജയിച്ചു കയറാൻ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പക്ഷേ LDFിലേക്ക് ലീഗ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ലീഗിൻ്റെ ബാർഗൈനിങ് ഒന്നും അവിടെ നടക്കത്തില്ല. UDFിൽ ബാർഗൈനിങ്ങും നടക്കും, UDFിനെ അടക്കി ഭരിക്കാനും സാധിക്കും, കോൺഗ്രസിനെ ചവിട്ടി തേൽക്കാനും ലീഗിന് സാധിക്കും, ലീഗ് വരയ്ക്കുന്ന വരയിൽ നിർത്താനും ഒക്കെ സാധിക്കും. അതിന് കോൺഗ്രസ്സുകാർ അതിന് നിന്ന് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്നത് അല്പം ഒന്ന് നട്ടെല്ല് വളച്ചാലും ഭരണത്തിൽ പങ്കാളിയാകാം എന്നുള്ളത് കൊണ്ട് മറുപക്ഷത്തേക്ക് ചാടാൻ തയ്യാറാകും. കാരണം കുഞ്ഞാലിക്കുട്ടിയും പിണറായിയും തമ്മിൽ നല്ല ടേംസിലാണ്, അത് ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ ലീഗിനകത്തൊരു പിളർപ്പും ഉണ്ടാകും, അത് ഉറപ്പായ കാര്യമാണ്. MK മുനീറും KM ഷാജിയെ പോലുള്ളവർ ശക്തമായ വിയോജിപ്പുണ്ട്. KM ഷാജിയൊക്കെ അങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ അത് വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുകയൊന്നുമില്ല. ലീഗിന്റെ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുന്നത് ലീഗാണെങ്കിൽ പോലും KM ഷാജിയെ പോലുള്ളവരെ ഉൾക്കൊള്ളാൻ പിണറായി വിജയനോ LDFിനോ CPMനോ കഴിയില്ല. ലീഗിൽ നിന്ന് അതിശക്തമായിട്ട് പിണറായിക്കെതിരെ എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് KM ഷാജി തന്നെയാണ്. അതുകൊണ്ട് ഷാജി ആക്രമണമാണ് KM ഷാജി നടത്തിയത്, അങ്ങോട്ടേക്ക് പോകും, നിയമസഭയ്ക്കകത്തും പുറത്തും. അപ്പോൾ ഇവിടെ ബിനോയ് വിശ്വം ഇപ്പോൾ മതേതര പാർട്ടിയാണ്. സർ, മതേതര പാർട്ടിയാണെന്ന് മാത്രമല്ല, കുറെ കൂടെ വ്യക്തമായിട്ട് പറയുന്നു ലീഗ് വർഗീയ പാർട്ടി അല്ല എന്ന്. മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ, വർഗീയ പാർട്ടിയാണ് എന്ന് എടുത്തു പറയേണ്ടതായ കാര്യം എന്ത്? ഇപ്പോൾ PC ജോർജും ഒക്കെ പല കാര്യങ്ങളിലും ലീഗിനെ ആഞ്ഞടിക്കുന്നുണ്ട്. ഇപ്പോൾ SDPI വീണ്ടും ചർച്ചാ വിഷയമായപ്പോഴാണ് ലീഗ് മതേതര പാർട്ടിയാണ് എന്ന് അടിവരയിട്ട് എടുത്തു പറയാൻ കാരണം.
കാരണം SDPIയുടെ പല കാര്യങ്ങളും ഇവരൊക്കെ തന്നെ ലീഗിൻ്റെ ഒരു സംരക്ഷണം ഇവർക്കുണ്ടായി, SDPI അണികൾക്ക് പ്രവർത്തകർക്ക് ഉണ്ടെന്നുള്ളതാണ്. അത് ഒരു സംരക്ഷണ കവചം ലീഗ് തീർത്തു കൊടുക്കുന്നുണ്ട്. മുന്നണികൾ തീർക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അതുകൂടാതെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെതായ ഒരു പരിഗണന ഈ SDPIക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മുസ്ലിം ലീഗിനെ ഇപ്പോൾ എടുത്ത് മതേതര സ്വഭാവമുള്ളതാണ് എന്ന് ബിനോയ് വിശ്വം പ്രകീർത്തിക്കുന്നതിൻ്റെയും കാര്യം. അതായത് സാർ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ SDPI, വെൽഫെയർ പാർട്ടി അടക്കമുള്ളവരുടെ ഒരു ശക്തമായ വോട്ട് ബാങ്ക് ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. ഈ വോട്ട് ബാങ്ക് എങ്ങനെ ഇങ്ങോട്ടേക്ക് ചാനലൈസ് ചെയ്യാം, ഇങ്ങോട്ടേക്ക് എങ്ങനെ ഒഴുക്കിക്കൊണ്ടുവരാം എന്നുള്ളതാണ് ഇപ്പോൾ LDF നോക്കുന്നത്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ മുന്നണിയിലെടുക്കാനും ഈ പറയുന്നത് പോലെ കൂടെ കൂട്ടി ഭരണ തുടർച്ച ഉറപ്പിക്കാനും ഉള്ളൊരു നീക്കമായിട്ട് വേണം ബിനോയ് വിശ്വത്തിൻ്റെ ഈ പ്രസ്താവനയെ നമ്മൾ കാണാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.